അഷിക്, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ജൂലൈ 26-ാം തീയതി നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്തുമായി ആരോപിച്ചുകൊണ്ട് 2 കന്യാസ്ത്രീകൾ, അത് മലയാളി കന്യാസ്ത്രീകളാണ്, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നുള്ള 3 പെൺകുട്ടികളെ ക്രൈസ്തവ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലുമായി ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കുട്ടികൾ ക്രിസ്ത്യാനികളാണ്. അവരുടെ പെൺകുട്ടികൾ ഒരാളുടെ സഹോദരൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്ത് TTR ഇവരുടെ അടുത്ത് എവിടെയാണ് നിങ്ങളുടെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സാഹചര്യം. അപ്പോൾ തന്നെ ഇതിലൊരു നിർബന്ധിത മതപരിവർത്തനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപിച്ചുകൊണ്ട് TTR എന്ത് ചെയ്യുന്നു, ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് ആദ്യം വിളിക്കുന്നത്. അങ്ങനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വരികയും ഈ കന്യാസ്ത്രീകളെ ഉപരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് എത്തുകയും ഛത്തീസ്ഗഡിൽ അവിടുത്തെ ഒരു മതനിയമമുണ്ട്. മതനിയമം എന്ന് വെച്ചാൽ നിർബന്ധിത മതമാറ്റം എന്ന് പറയുന്നത് അവിടെ ക്രൈമാണ്. ആ നിയമവും പിന്നെ ഈ പറയുന്ന മനുഷ്യക്കടത്തുമൊക്കെ ആരോപിച്ചിട്ടുള്ള FIR ആണ് ഇവർക്കെതിരെ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കന്യാസ്ത്രീകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികൾ 18 വയസ്സിന് കഴിഞ്ഞ ആളുകളാണ്. ഇവർക്ക് കയ്യിൽ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഇവരെ ജോലിക്കായാണ് കൊണ്ടുപോയിരുന്നത്. 8,000 മുതൽ 10,000 രൂപ വരെ ഇവർക്ക് സാലറി. ആലോചിക്കണം, ഈ ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ദരിദ്രരായ ദളിത് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും അവരെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ച് 8,000 റുപ്യ എന്ന് പറയുന്നത് വലിയ തുകയൊന്നുമല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ തുകയ്ക്ക് ജോലി എടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. ഇത് ആളുകൾ കൂടുകയും ഈ പെൺകുട്ടികളെ ഇപ്പോൾ സർക്കാരിൻ്റെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയ സാഹചര്യമാണുള്ളത്. അപ്പോൾ ആളുകൾ കൂടുകയും അവർ പേടിപ്പിക്കുകയും ചെയ്തതോടുകൂടി അതിലൊരു പെൺകുട്ടി നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയതാണെന്നൊരു മൊഴി മാറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത് വലിയ വിവാദങ്ങളിലേക്ക് ഞാൻ ഇന്നലെ ഒരുപാടധികം ആളുകളോട് സംസാരിച്ചിരുന്നു. നമ്മൾ മറുനാട് സ്പെഷ്യൽ അടക്കം വീഡിയോ ചെയ്തിരുന്നു. ഈ വിഷയത്തിലടക്കം ക്രിസ്തീയ സംഘടനകൾ ഒറ്റക്കെട്ടായി പറയുന്നത് നിർബന്ധിതമായി മതപരിവർത്തനം എന്ന് പറയുന്നത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണ്. സമ്മതപത്രം ഉൾപ്പെടെയുള്ള ലീഗൽ ഡോക്യുമെന്റ് അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഈ ബജരംഗ് ദളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വ പക്ഷത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ആ നാട്ടിലെ ആഭ്യന്തരവും പോലീസും സർക്കാരും എന്നാണ് ആരോപണം. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആഷിഖ്, ആർക്ക് വേണമെങ്കിലും ഇത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് ആരോപിക്കുക. അപ്പം ഞാനൊരു മതവിശ്വാസിയല്ല, ഞാനൊരു ദൈവവിശ്വാസിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്താങ്ങുന്ന ഒരാളുമല്ല ഞാൻ. അപ്പം ഞാൻ നാളെ എനിക്കൊരു മതത്തോട്, എൻ്റെ അച്ഛൻ ഞാൻ 10ാം ക്ലാസ് പാസ്സായ സമയത്ത് എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റിൽ ഏത് മതം വെക്കണം, കാര്യം നിനക്ക് മതവും ജാതിയില്ല, അപ്പോൾ ഏത് മതം വെക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെക്കണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു ഘട്ടത്തിൽ എനിക്ക് വേണമെങ്കിൽ ഇനി മറ്റൊരു മതത്തെ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ എനിക്ക് ആ മതം ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ ആ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആഷിഖിന് വേണമെങ്കിൽ ഒന്ന് ആരോപിച്ചാൽ, ഛത്തീസ്ഗഡാണ് ഈ നാടെങ്കിൽ അവിടെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാൽ അവിടെ പ്രശ്നമാണ്. അലിഗേഷൻസ് മാത്രം മതിയാകും കേസെടുക്കുന്ന രീതിയാണ് അവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ആഷിഖ്, എന്തൊരു അവസ്ഥയാണ് അല്ലേ. ഒരു കാര്യം, ഇതിനകത്തൊരു സുതാര്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. FIR ഇട്ടതിനകത്തോ കന്യാസ്ത്രീകൾക്ക് അവരുടെ ഭാഗം പറയാൻ വേണ്ടിയോ അവിടുത്തെ സർക്കാരിനോട് കൃത്യമായി കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും ഉള്ളൊരു സുതാര്യതയോ അത് തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ അജണ്ട അപ്പാടെ നടപ്പിലാക്കുന്നതല്ലേ മനസ്സിലാക്കണ്ടേ. തീർച്ചയായും ഇവിടെ കൈക്കരുത്ത് കാണിക്കുകയാണ് ഈ ബജ്രംഗ് ദളിലെ പ്രവർത്തകർ ചെയ്യുന്നത്. അവിടെ ഒരു സ്ത്രീ ഇവർക്ക് നേരെ കൈ ഓങ്ങുന്നതും അടിക്കാൻ ഓങ്ങുന്നതുമായ വിഷ്വലുകൾ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ആ സ്ത്രീയോട് ഒരു മാധ്യമ പ്രവർത്തകൻ പോയി സംസാരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയുന്നത്, ഇനിയും ഞാൻ ഇത്തരം വിഷയങ്ങൾ ഞാൻ അവരെ ഉപദ്രവിക്കും, മതപരിവർത്തനം നടത്തി മതം മാറുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാൻ അവരെ ഉപദ്രവിക്കും, ഞാൻ അവരെ കയ്യേറ്റം ചെയ്യും എന്ന് വ്യക്തമായ ഒരു മാധ്യമത്തിന് മൊഴി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മാധ്യമത്തിന് മുന്നിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുകയാണ്. ഒരാൾക്ക് ഏത് മതം സ്വീകരിക്കണം അല്ലെങ്കിൽ ഏത് മതത്തിൽ ജീവിക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യങ്ങളല്ലേ. ഇതിൽ കൈകടത്താനും ഇവിടെ ആദ്യം കുറ്റം പറയേണ്ടത് ഈ TTA ആണ്. അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയാൽ അദ്ദേഹം ഒരു സംഘടനയെ വിളിച്ചത് കൈകാര്യം ചെയ്യാൻ. ഇന്ത്യൻ റെയിൽവേ അല്ലേ ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിലുള്ള നിയമങ്ങളാണോ ഈ TTRമാരെ പഠിപ്പിച്ചു വിടുന്നത് എന്നൊരു ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. പിന്നെ രണ്ടാമതായി പറയാനുള്ളത്, ഇവിടെ ഇവർ ഇപ്പോൾ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർക്ക് മുന്നിൽ ആദ്യം വന്ന ഒരു മാധ്യമ പ്രവർത്തകർ, അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ വന്ന് ഇവരോട് വ്യക്തമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മതം മാറ്റിയതാണോ
അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഇവിടുത്തെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവിടുത്തെ ഒരു ഗോത്ര ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീകൾ വ്യക്തമായി പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ മാധ്യമപ്രവർത്തകൻ വീണ്ടും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി യേശുവിലാണ് വിശ്വസിക്കുന്നത് എന്നവർ വ്യക്തമായി പറയുന്ന വീഡിയോ ബൈറ്റ് ഉണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണോ, അതോ നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പറയുന്നതാണോ, നിങ്ങളുടെ ആശയം പറയുന്നതാണോ എന്നും എടുത്ത് വീണ്ടും ചോദിക്കുമ്പോൾ വ്യക്തമായി അവർ പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇത് ഞങ്ങളെ കൊണ്ട് ആരും നിർബന്ധിച്ച് പറയുന്നതല്ല. ഇത് വ്യക്തമായ തെളിവാണ്. അതിനുശേഷം ഇവർ പിടിച്ചു കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഇവരുടെ എന്താ പറയുക മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് ഇവരൊരിക്കലും മതപരിവർത്തനം നടത്തുന്ന ആളാവുന്നില്ല. ഈ കൈക്കരുത്ത് കൊണ്ട് എന്തും നേടിയെടുക്കാം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് ഇന്ത്യയല്ലേ, ഇവിടെ ഒരു വ്യക്തമായ നിയമവും ഭരണവും ഇല്ലേ? ഇവിടെ ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ അവരുടെ ഭരണമുള്ള സ്ഥലത്ത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ അനൂപ് ആന്റണി അടക്കം പറഞ്ഞു, ഇവിടുത്തെ അവസ്ഥ വ്യത്യസ്തമാണ്, കേരളത്തിലെ പോലെയല്ല, ഛത്തീസ്ഗഡിലെ വേറൊരു അന്തരീക്ഷമാണ് ഇവിടെ, നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ. ഇതൊരു ഇന്ത്യ രാജ്യമല്ലേ? ഇവിടെ ചില റൂൾസ്, നമുക്ക് എല്ലാവർക്കും ബാധകമായ ചില റൂൾസ് ഇല്ലേ? ഇതൊന്നുമില്ല. ആരെങ്കിലും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ തന്നെ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് TTR ആ പെൺകുട്ടികളോട് ചോയിക്കുന്നത്. അപ്പൊ ഈ ബജറംഗ് ദളിന് അപ്പൊ ടിക്കറ്റ് വേണ്ട എന്നാണ്. അവർക്ക് പ്ലാറ്റ്ഫോമിൽ കയറാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ആവശ്യമില്ല, ട്രെയിനിൽ കയറാൻ ട്രെയിനിൽ സഞ്ചരിക്കാനുള്ള ടിക്കറ്റിന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഒരു കയ്യിൽ ഒരു ഓറഞ്ച് ചരട് കെട്ടിക്കഴിഞ്ഞാൽ എന്തും നടക്കും എന്ന അവസ്ഥയാണോ ഇവിടെ ഉള്ളത്? ഈ ഛത്തീസ്ഗഡിലെ അന്തരീക്ഷം അങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഈ കന്യക സ്ത്രീകളോട് അവരുടെ മതം ചോദിക്കാമോ അങ്ങനെ ഒരാളോട്? മനുജ, ഞാൻ ചോദിക്കുകയാണ്, ഒരാളോട് ടിക്കറ്റ് കയ്യിലില്ല എന്നതിന്റെ പേരിൽ അവരുടെ മതം ചെയ്യാൻ പാടുണ്ടോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അല്ല, ഇതിനവർ പറയുന്ന ഒരു കുറെ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ ഓൾറെഡി കാണാതായിരുന്നു, പേരൻസ് ഈ പെൺകുട്ടികളെ തെരഞ്ഞിട്ട് നടക്കുകയായിരുന്നു, അവർ അബ്സ്കോണ്ടഡ് ആണെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ TT ആദ്യം ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്? പോലീസുകാരെയല്ലേ ഇൻഫോം ചെയ്യേണ്ടത്? റെയിൽവേ പോലീസ് ഉണ്ട്, അവിടെ ഛത്തീസ്ഗഡിന്റെ പോലീസ് ഉണ്ട്, അവരല്ലേ ആദ്യം വിളിക്കേണ്ടത്? ഈ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ കേരളത്തിൽ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ BJPയെ വിളിച്ച് ഒരു കാണാതായ ആളുകളെ കിട്ടിയിട്ടുണ്ട്, അവരാണോ അവരെ വന്ന് ഡീൽ ചെയ്യേണ്ടത്? അല്ല, ഇതിന് വ്യക്തമായ നിയമങ്ങൾ, ഈ നിയമങ്ങളൊന്നും അറിയാത്ത ആളാണോ ഒരു ഇന്ത്യൻ റെയിൽവേയിൽ TT ആയി പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു സംഭവത്തോട് കൂടിയെങ്കിലും ഈ ക്രൈസ്തവ സഭകൾ ഒന്ന് മാറി ചിന്തിക്കും എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന്. അല്ല, അത് തീർച്ചയായിട്ടും അതിന്റെ രാഷ്ട്രീയപരമായി കുറേയധികം മാറ്റങ്ങൾ, ഇക്വേഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ BJP പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വഖഫ് നിരോധന നിയമം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് BJPയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമുണ്ട്. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു എൻബ്ലോക്കായി, അതൊരു സാമുദായിക വോട്ടായി, ഒരു കുറച്ചധികം വോട്ട് ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്താണ് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ഛത്തീസ്ഗഡിൽ ഇതിനെതിരെയുള്ള ബോംബിടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനൂപ് ആന്റണി ഇവിടുന്ന് വിട്ടിരിക്കുന്നത്. മാത്രമല്ല കാസയടക്കമുള്ള അല്ലെങ്കിൽ CBC അടക്കമുള്ള ക്രിസ്തീയ സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എന്താ പറയുക സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കണമെന്ന്. നോക്കൂ ആശിക്ക്, ഇതിനകത്തൊരു വലിയ പ്രശ്നം, ഒരു മോബ് ലിഞ്ചിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഇല്ലേ? അതായത് ഇതിനകത്തുണ്ടായിരുന്ന ഇപ്പം 3 പെൺകുട്ടികൾ, 2 കന്യാസ്ത്രീകൾ, അപ്പം 3 2 5 സ്ത്രീകളെ ഖരാവോ ചെയ്തിരിക്കുന്നത്, പബ്ലിക്കായിട്ട് മോബ് ലിഞ്ച് ചെയ്തിരിക്കുന്നത് കുറേയധികം പുരുഷന്മാരാണ്. അവർക്ക് വന്ന് ഈ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും ആരാണ് അധികാരം കൊടുത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാവ്യ വസ്ത്രധാരികളായ ആളുകൾ ഒരു പട്ടാളക്കാരനെ എടുത്തിട്ട് അടിക്കുന്ന ഒരു വിഷ്വൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആർക്കും എന്തും പറയാം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വോട്ട് കിട്ടി വിജയിക്കണം എന്നുള്ളത് കൊണ്ട് ഇവരതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആശിക്കിനകത്ത്, അത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. ഈ പറയുന്ന ബജ്രംഗ് ദളോ ഈ പറയപ്പെടുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളോ ഈ നഗരപ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിനെയോ, അല്ലെങ്കിൽ ധാരാളം ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ അവിടെയുണ്ട്, ആ സ്കൂളുകളെ അറ്റാക്ക് ചെയ്യാൻ പോകാറില്ല. കാര്യം അത് ഓൾറെഡി അവിടെ ഒരു സെക്ടേറിയനിസം ഒക്കെ വർക്ക് ചെയ്ത് അവിടുത്തെ വോട്ട് വിഹിതം കൃത്യമായി അറിയാം. പക്ഷേ ഈ ദളിതുകൾ എന്ന് പറയുന്നത് അത്രയും അധികം ഫ്രജൈലായിട്ടുള്ള, അത്രയും അധികം സാധാരണക്കാരായിട്ടുള്ള, നിരക്ഷരായിട്ടുള്ള ആളുകൾ
ഇവർ ആർക്ക് കുത്തണമെന്ന് പറഞ്ഞോ ആരുടെ ചിഹ്നം കാണിച്ചു കൊടുക്കും, ആ ചിഹ്നത്തിൽ കൊണ്ട് കൈ കുത്തുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, ഇവർ കുറച്ചുകൂടി റൂറൽ ഏരിയയിൽ നിന്ന് മാറുക, ഇവർ കുറച്ചുകൂടി പുരോഗമനം എന്താണെന്ന് മനസ്സിലാക്കുക, ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുമെന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എൻ ബ്ലോക്കായി നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഇല്ലാതെയായി പോവുക, അതായത് ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്ലോക്കിനെ ഇല്ലാതെയാക്കി കളയാൻ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ദളിതരുടെ സാമൂഹിക ഉന്നമനം ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. ആ ദളിത് സാമൂഹിക ഉന്നമനത്തിനെതിരെ കൂടിയാണ് ഇവരിങ്ങനെ എന്ത് ചെയ്യുന്നത്, ദണ്ടും പിടിച്ച് കൊടിയും പറിച്ച് കയ്യിൽ ചരടും കെട്ടി എന്താ പറയുക മുദ്രാവാക്യം മുഴക്കി നടക്കുന്നത്. ഇതും അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ എന്താ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടുത്തെ ദളിതർക്കില്ലേ? അവർക്ക് അവരുടെ ഞാൻ ഈ മതത്തെ വിശ്വസിക്കുന്നതിനെതിരാണ്, പക്ഷേ അയാൾ മതത്തെ വിശ്വസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് മതത്തിൽ വിശ്വസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ. അതാണ് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്വം. ആഷിഖ് ഒരു മതവിശ്വാസിയാണ്, എനിക്ക് മതവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ആഷിഖിനും ഈ ഫ്ലോറിൽ ഇരുന്ന് സംസാരിക്കാൻ ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യത്തിന്റെ സെക്കുലറിസത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യമാണ്. അവിശ്വാസിയായിട്ടൊരാൾക്ക് തുടരാൻ പറ്റുന്നത്, ന്യൂനപക്ഷമായിട്ടുള്ള ആഷിഖിനിവിടെ തുടരാൻ പറ്റുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഭരിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായി ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന തിയറി. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സത്യത്തിൽ നമുക്ക് മുഹമ്മദ് റിയാസിനോടൊക്കെ എതിർപ്പാണെങ്കിലും മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സത്യത്തിൽ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളല്ല, മറിച്ച് ജയിലിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തി നിങ്ങൾ നോക്കുക. ഇതിൽ ഇനി പോട്ടെ ആഷിഖ് ഏറ്റവും കുറഞ്ഞ പക്ഷം, ഇനി പോട്ടെ ഏതെങ്കിലും ഒക്കെ തലത്തിൽ കന്യാസ്ത്രീകൾ മതം മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ അതിന്റെ എക്സ്ട്രീമിൽ. അങ്ങനെയാണെങ്കിൽ നിയമപരമായ സംവിധാനങ്ങളിലൂടെയല്ലേ അവരെ കൊണ്ടുപോകേണ്ടത്? ആരാണ് ബജരംഗ് ദൾ? ഇത് ചോദിക്കാൻ ഇവരാരാണ്? ഇവർക്കാരെങ്കിലും ഈ അവകാശം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഇന്നലെ സഭാധ്യക്ഷന്മാരോടും പല ആളുകളോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഈ പൊതുനിരത്തിൽ കന്യാസ്ത്രീകളുടെ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല, മോബിലിംഗ് ചെയ്യപ്പെടുകയാണ് റൂറൽ ഏരിയകളിൽ. അപ്പോൾ ഒരാൾക്കൊരു വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. സ്ത്രീകൾ സാധാരണ വസ്ത്രം, ഗ്രാമീണരിടുന്ന വസ്ത്രം ധരിച്ചാണ് കന്യാസ്ത്രീകളും പള്ളിയിലച്ചന്മാരോട് നടക്കുന്നത്. അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയല്ലേ ഇവിടെ എന്തായാലും ക്രിസ്തീയ സഭകൾക്കിടയിൽ തന്നെ ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ വ്യക്തമായി നോക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷന് BJPയെ എത്രമാത്രമാണ് ഈ ക്രൈസ്തവ സഭകൾ സപ്പോർട്ട് ചെയ്തത് എന്ന കാര്യം നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്, തൃശ്ശൂരിലുള്ളത് 25% ക്രൈസ്തവ വോട്ടുകളാണ്. അത് കൃത്യമായി കോൺഗ്രസിന് പോയിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് ഇപ്രാവശ്യം മുഴുവനായും സുരേഷ് ഗോപിക്ക് വരാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ 75,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. വ്യക്തമായി BJP കേരളത്തിൽ നടത്തുന്ന ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു വിജയത്തിലേക്ക് സുരേഷ് ഗോപിയെ വരെ എത്തിച്ചത്. നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മണിപ്പൂരിലെ സംഘർഷത്തിന് ശേഷമാണ് ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്നത്. എന്നിട്ടു കൂടി കേരളത്തിൽ നിന്ന് ഇത്തരം ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അവർ ക്രൈസ്തവ സഭകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ജോർജ് കുര്യന് അവർ വ്യക്തമായ സഹമന്ത്രിയായി പൊസിഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നോക്കൂ, നമ്മുടെ ഒടുവിലത്തെ ഉദാഹരണം പരിശോധിച്ച് നോക്കുമ്പോൾ നിലമ്പൂരിലെ ഇലക്ഷന് വരെ അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഒരു ക്രിസ്ത്യനെയാണ്. അങ്ങനെ വലിയ മുന്നേറ്റം ഈ ക്രിസ്തീയ സഭകൾക്കിടയിൽ BJP ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വലിയ ആരോപണം കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് ക്രിസ്തീയ സഭകൾക്കിടയിൽ തന്നെ ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ഇനിയും നമ്മൾ BJPയെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇത്തരത്തിലൊരു സംഘടനയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന രൂക്ഷമായ വിമർശനങ്ങൾ സഭകൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. BJP കേരളത്തിൽ വോട്ട് ശതമാനം കൂടുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു സെക്കുലർ സ്റ്റേറ്റ്മെന്റിലേക്ക് അവർ പോയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. അത് ക്രിസ്തീയ സഭകളിലൂടെ നോക്കിയിരിക്കുന്നുണ്ട്. മാത്രമല്ല പൊതുസമൂഹം നോക്കൂ, ഞാനും ആഷിഖും ഒന്നും BJPക്ക് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളൊന്നുമല്ല. നമ്മൾ മെറിറ്റിന് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിന് അടിസ്ഥാനത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് സന്നാഹമാകാൻ വളരെ കുറച്ച് മാസങ്ങൾ നിൽക്കുമ്പോഴാണ് പ്രതിക്കൂട്ടിലാവുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പല നിരീക്ഷകന്മാരും ഒക്കെ ഇരുന്നു കൊണ്ട് ചർച്ചകൾ ഇതിനെ വെളുപ്പിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് കേരളത്തിൽ ഇരുന്നിട്ടും ബജരംഗ് ദളിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ റൂട്ട് മനസ്സിലാകാനുള്ള ബോധം നമുക്ക് എന്തായാലും ഉണ്ട്. എന്തായാലും ഇത് ഞാൻ പറയുന്നത് എൻ്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ വരികയാണ്. എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് നിർബന്ധിത മതപരിവർത്തനമോ മതമാറ്റമോ എന്ത് ആണെങ്കിലും അത് കൃത്യമായി ഈ നാട്ടിലെ നിയമവ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ തന്നെ നടപ്പിലാക്കപ്പെടണം.
അല്ല, ഇത് കേവലം ഒരു അലിഗേഷൻ മാത്രമാണ്, ബജരംഗ് ദളിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ളൊരു കെട്ടിച്ചമച്ച കേസാണെങ്കിൽ ബജരംഗ് ദളിൽ ആരൊക്കെയാണോ ഖരാബോ ചെയ്തത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനൊക്കെ വേണ്ടുന്നത് വളരെ വൃത്തിയായി വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ്. അത് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് സാധ്യമാകേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഭരണഘടനയൊക്കെ വെറും നോക്കുകുത്തിയാകുമെന്നുള്ളതാണ്.